കള്ളാടി ദുരന്തത്തിൽ ഇപ്പോഴും കാണാതായ മനുഷ്യരുണ്ട്. 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും എന്നുള്ളതാണ് അവസ്ഥ. 4 സോണുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുക. 3-ാം സോണിൽ പ്രത്യേക പരിശോധന നടത്തും. പുഴയിൽ ഒഴുകിപ്പോകാനുള്ള സാധ്യതയും മുൻനിർത്തിയുള്ള പരിശോധനകൾ ഉണ്ടാകും. അങ്ങനെ പല രീതികളിൽ പല സാധ്യതകൾ വെച്ചുള്ള തെരച്ചിൽ തുടരും എന്നുള്ളത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഇന്ന് രാവിലെ അതൊക്കെ പുനരാരംഭിക്കും എന്നതുകൂടിയുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് നമ്മൾക്കൊപ്പം ചേരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതോടൊപ്പം ഇന്നലെ മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുന്നുണ്ട്. നമുക്കത് ഓരോന്നായി നോക്കാം. ഇതിപ്പോൾ സംഭവ സ്ഥലത്താണ്, ഈ ദുരന്തമുണ്ടായ സ്ഥലത്താണ് സന്തോഷുള്ളത്. അവിടെ ഗുഡ് മോർണിംഗ് സന്തോഷ്. മഴയുണ്ടല്ലേ? കാര്യമായ മഴയുണ്ട്. രാവിലെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ലൈവിലേക്ക് സന്തോഷിനെ ഞാൻ കാണുന്നത്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് കനത്ത മഴ തന്നെയാണ് രാവിലെ മുതൽ തുടരുന്നത്. ഇന്ന് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് കൂടി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിശക്തമായ മഴ പ്രദേശത്ത് തുടരുകയാണ്. ഇതുവരെ ഇന്ന് ഈ രക്ഷാദൗത്യം ആരംഭിച്ചിട്ടില്ല. കനത്ത മഴ തന്നെയാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. മഴ അല്പം കുറഞ്ഞതിന് ശേഷം ഈ ദൗത്യം, മണ്ണ് മാറ്റുന്ന ദൗത്യം ആരംഭിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റ് എല്ലാ സംവിധാനങ്ങളും സജ്ജമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ഈ ദൗത്യത്തിൽ ഭാഗമായവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഈ മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കി അതിന് അപ്പുറത്തുള്ള റോഡിലേക്ക് വീണ് കിടക്കുന്ന മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ 4 സോണുകളിലായി തിരച്ചിൽ തുടരുകയാണ്. ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുമായാണ് തിരച്ചിൽ തുടരുന്നത്. ഇന്നലെ കൂടുതലായും ഈ റോഡിൻ്റെ, അതായത് മലയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള എതിർഭാഗത്തുള്ള റോഡിൻ്റെ ഭാഗത്താണ് പ്രധാനമായും പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും മണ്ണ് കൂടുതലായി കൊണ്ടുപോകുന്നില്ല. പകരം ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് ആഴത്തിൽ ഈ പരിശോധന നടത്തുകയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2ാം ദിവസത്തെ തിരച്ചിൽ പൂർത്തിയാകുമ്പോഴും ഈ കാണാതായ 5 പേർ ഇപ്പോഴും കാണാമറയത്ത് തന്നെ തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ തിരച്ചിലെല്ലാം പൂർത്തിയാകുമെന്നാണ് രാവിലെ ഉദ്യോഗസ്ഥരെല്ലാം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതെങ്കിൽ വലിയ പുരോഗതി ആ കാര്യത്തിൽ ഇന്നലെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കുന്നിടിഞ്ഞ ഭാഗത്തുള്ള മണ്ണിൽ കാര്യമായ പരിശോധന നടത്താനോ ഇന്നലെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇന്നലെ CPIMൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഈ ഒരു മണ്ണ് മാറ്റുന്ന ദൗത്യം നടക്കുന്നത് മന്ദഗതിയിലാണ്, അത് കൂടുതൽ വേഗത്തിലാക്കണം എന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ മുഴുവൻ സമയവും ഇന്നലെ തിരച്ചിൽ നടത്തിയിട്ടും ആരെയും കണ്ടെത്താൻ കഴിയാത്തത്, അത് വേഗതയിൽ തിരച്ചിൽ നടക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ആക്ഷേപമെല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായും അത് നമുക്ക് നേരത്തെ ചൂരൽമലയിലും മുണ്ടൽക്കയിലും എല്ലാം കണ്ടതുപോലെയുള്ള ഒരു വളരെ ഏകോപനത്തോടു കൂടിയുള്ള വേഗത്തിലുള്ള ഒരു ദൗത്യം നമുക്കിവിടെ എത്തുന്ന ആർക്കും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വളരെ കുറഞ്ഞ ഈ എണ്ണം മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കുന്നതിന് കാര്യമായി സാധിക്കുകയും ചെയ്യുന്നില്ല. ഏതായാലും ഇന്ന് രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് അറിയിച്ചിരുന്നു. 7 മണിയോടുകൂടി പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇതുവരെ തിരച്ചിൽ ഏതായാലും പുനരാരംഭിച്ചിട്ടില്ല. ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരെല്ലാം, ഇതിൻ്റെ ദൗത്യ സംഘം ഇവിടെ ഉണ്ടെങ്കിലും തിരച്ചിൽ പുനരാരംഭിക്കുന്ന സാഹചര്യമില്ല. ഇന്നലെ ഈ താഴേക്ക് മറിഞ്ഞ ബസ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഉയർത്തി ഇവിടെ നിന്നും മാറ്റിയിരുന്നു. ഏതായാലും കനത്ത മഴ തന്നെ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കള്ളാടിയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ഇവിടെ എത്തി സന്ദർശനം നടത്തി അതിനുശേഷം വാർത്താ സമ്മേളനങ്ങളെല്ലാം നടത്തിയെങ്കിൽ കൂടിയും ഈ സർക്കാരിൻ്റെ ഏകോപന പിഴവിനെ സംബന്ധിച്ച്, മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാത്തതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല ആ വീഴ്ച മുഖ്യമന്ത്രി സമ്മതിക്കുക കൂടി ചെയ്യുന്നതാണ് കണ്ടത്. ഏതായാലും ഇന്നത്തെ ദൗത്യം അല്പസമയത്തിനകം ആരംഭിക്കും. ഇവിടെ നിന്നും മണ്ണ് നീക്കിയുള്ള പരിശോധന, കാണാതായവർക്ക് വേണ്ടിയുള്ള പരിശോധന തന്നെയാണ് രാവിലെ മുതൽക്ക് ആരംഭിക്കുന്നത്. ഏതായാലും ഇതുവരെയും പരിശോധന ആരംഭിച്ചിട്ടില്ല. പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഈ പുഴയിലൂടെയെല്ലാം ശക്തമായ മലവെള്ളം കുത്തിയൊലിച്ച് വരുന്നതാണ്. അതിനർത്ഥം മുകളിൽ മലയുടെ ഭാഗത്തെല്ലാം തന്നെ അതിശക്തമായ മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ രക്ഷാദൗത്യത്തിന് ഒരു പരിധിവരെ ഈ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ശരത്, ശരി.